ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ 10ാമത്തെ ആഴ്ച ഫാമിലി വീക്ക് നടന്നിരുന്നത് കൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ ജയിൽ ടാസ്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആ ആഴ്ച ആരും ജയിൽ നോമിനേഷനിൽ വന്നതുമില്ല. എന്നാൽ ബിഗ് ബോസ് അതിലൊരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. 11ാം ആഴ്ചയിലെ 1ാം ദിവസം നടന്ന റാങ്കിംഗ് ടാസ്കിൽ ഏറ്റവും അവസാനത്തെ സ്ഥാനങ്ങളിൽ വന്ന 3 മത്സരാർത്ഥികൾക്ക് ഒരു പണിഷ്മെന്റ് ടാസ്ക് നൽകിയിരിക്കുന്നു. റാങ്കിംഗ് ടാസ്കിൽ ഉയർന്ന സ്ഥാനങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ ഏറ്റവും അവസാന സ്ഥാനങ്ങളിലെത്തിയ മത്സരാർത്ഥികളായ സിജോ, അപ്സര, നന്ദന എന്നിവർക്ക് ബിഗ് ബോസ് ഒരു പണിഷ്മെന്റ് ടാസ്ക് നൽകുന്നു. പണിഷ്മെന്റ് ടാസ്ക് ഇങ്ങനെയാണ്: ഈ 3 മത്സരാർത്ഥികളുടെയും വസ്ത്രത്തിലും മുടിയിലും സഹ മത്സരാർത്ഥികൾ ചേർന്ന് 50 ക്ലിപ്പുകൾ വീതം ഘടിപ്പിക്കും. ഇവർ കൈ ഉപയോഗിക്കാതെ ഈ 50 ക്ലിപ്പുകളും ശരീരത്തിൽ നിന്ന് കുടഞ്ഞ് പുറത്ത് കളയണം എന്നതാണ് ഇവർക്കുള്ള പണിഷ്മെന്റ് ടാസ്ക്. ഗാർഡൻ ഏരിയയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വെച്ച് ഈ പണിഷ്മെന്റ് ടാസ്ക് നടക്കുകയും ചെയ്തു. ഈ പണിഷ്മെന്റ് ടാസ്ക് നടന്നതിന് ശേഷം ബാക്കി വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ചെറിയ പണിഷ്മെന്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാകണം ബിഗ് ബോസ് ഇവർ ശരീരത്തിൽ നിന്നും കുടഞ്ഞു തെറിപ്പിച്ച എല്ലാ ക്ലിപ്പുകളും തെരഞ്ഞു പിടിച്ച് ഒന്നിച്ചുകൂട്ടി തിരിച്ച് സ്റ്റോർ റൂമിൽ വെക്കാനും ആവശ്യപ്പെട്ടു. ഏതായാലും കഴിഞ്ഞ ആഴ്ചത്തെ ജയിൽവാസം നടന്നില്ലെങ്കിലും പകരം ഒരു പണിഷ്മെന്റ് ടാസ്ക് ബിഗ് ബോസ് നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും അവസാനം 3 സ്ഥാനങ്ങളിലെത്തിയ സിജോ, അപ്സര, നന്ദന എന്നിവരാണ് പങ്കെടുക്കേണ്ടി വന്നതും.